ഈ കാട്ടുഗുളിക. അല്ല കുഞ്ഞോളെ, എന്താ എൻ്റെ കയ്യില്? വിളിക്കാൻ നിൽക്കണ്ട, അവളെൻ്റെ ഫ്രണ്ടാണ്. ദേ പനിന്റെ ഗുളികയാണ്. എന്ന് മുതലാ കുഞ്ഞോളെ അബോഷന്റെ ഗുളികയെ പാരസെറ്റമോളായത്? ആള് തിരക്കടില്ലല്ലോ ഷെറിയെ. ഇമ്മുവാ ഇമ്മുവാ ഇവിടെ ഒന്ന് വായോ. എല്ലാ ഷെറിയെ, ഈ ഗുളികക്കൊക്കെ തോനെ പൈസ ആവൂലേ? അവൾക്ക് എന്ത് കള്ളത്തരം ചെയ്താലും എന്താ മേമ, ആ കുട്ടീനെ ഒഴിവാക്കിയാൽ മതി. അതിനവളിപ്പോ ലക്ഷങ്ങളും വേണമെങ്കിൽ കൊടുക്കും. ഉമ്മാനോട് അതിനുള്ള പൈസ വാങ്ങിയാണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കള്ളത്തരത്തിന് ഓള് ഒരുങ്ങൂലല്ല. എന്തായാലും എന്താപ്പാ പെൺകുട്ടിന്റെ ഒരു മിടുക്ക് എന്നറിയോ? ഇമ്മുവാ ഇമ്മുവാ, ഇത് എന്താ കാട്ടണത്? എന്തിനാ മാളോ ഇജ്ജ് ഇങ്ങനെ വിളിച്ച് കൂവണത്? ഞാൻ അവിടെ കെടുക്കുകയെന്ന്, തല ഭയങ്കര വേദന. ഞാൻ ഒന്നിനും അല്ല ഉമ്മ വിളിച്ചത്. ഇജ്ജിത് കണ്ട? ഈ ഗുളിക കണ്ട? മകളോട് ചോദിച്ചോക്ക്. ഞാൻ എന്നോട് ഞാൻ പറഞ്ഞില്ലേ അന്റെ പെണ്ണ് പ്രഗ്നന്റ് ആണ് എന്നുള്ളത്. അപ്പൊ ഇജ്ജ് എന്താ പറഞ്ഞത്? ഏയ് അങ്ങനൊന്നും ഈ ഓൾക്ക് ഗ്യാസ് നിറഞ്ഞിട്ടുള്ള ഛർദിയാണ് എന്നുള്ളത്. എന്നത് ഇജ്ജ് കണ്ടോ? ഓളെ ഗുളിക കൊണ്ടിച്ചിരിക്കുന്നത് ഓളെ കൂട്ടുകാരത്തിനെ കൊണ്ട് ഗുളിക കൊണ്ടിച്ചിരിക്കുകയാണ്. എന്തിനാന്നറിയോ? അബോഷന്റെ ഗുളികയാണ്. കുഞ്ഞോൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടാ? ഇനിയും വെറുതെ എന്റെ കുട്ടിനെ പറ്റിക്കാണ്ട് ഇല്ലാത്ത ഉണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങൾ രണ്ടാളും കൂടി. എന്താ ചെറിയതൊക്കെ? ആ അപ്പൊ മകള് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, എല്ലാം അറിയാൻ പാടി കഴിഞ്ഞിട്ട് ചോദിക്കാണുമ്പോ ഈ ഒരു ക്രൂരത ചെയ്യാനേ ഇജും കൂട്ടാണ്. ഇപ്പൊ ഷെറി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലേ അവള് നമ്മളെ കണ്ണിലൊക്കെ പൊടിയിട്ടുകാണ്ട് ഇത് ചെയ്യാനില്ലേ? ഇതിപ്പോ ഷെരീഫ ചെയ്തതിനെക്കാട്ടും വലിയ തെറ്റല്ലേ? ശരിയാണമ്മ മാളുമേമ പറഞ്ഞത്. ഞാനാ കുഞ്ഞോള ഗുളിക വാങ്ങണത് കണ്ടത്. പിന്നെ എനിക്കറിയാലോ, നഴ്സിംഗ് പഠിച്ചതല്ലേ ഞാൻ വായിച്ചു നോക്കിയപ്പോഴേ അത് DNCന്റെ ഗുളികയാണ്. കുറച്ച് ദിവസമായിട്ടേ എനിക്കും സംശയം ഉണ്ടായിന്ന് കുഞ്ഞോൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. ഇത്രയും കാലം ഗ്യാസ് അറിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത അവൾക്ക് പെട്ടെന്ന് ഛർദിക്കാന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞങ്ങനൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മാക്കത് വിശ്വാസം ആവില്ല. അത് പിന്നെ ഞാനൊന്നും പറയാഞ്ഞത്. ശരി, ഇപ്പൊ ചെറിയൊരു തെറ്റാണ് ചെയ്തത്. അത് അവളോട് ഈയോ എൻ്റെ മകളും ചെയ്ത ക്രൂരതൊക്കെ ചെയ്തു പോയതേന്ന്. ഇതിപ്പോ എന്താ ഉമ്മോ? 4 ആൾക്കാരറിഞ്ഞാൽ എന്താണ്? ഒരാണിന്റെ കൂടെ ഓൾ ഇനിയും ജീവിച്ചു പോണ്ടേ? എന്തത്താ മാള് വെച്ച് പറഞ്ഞത്? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട. അത്ര ക്രൂരത ചെയ്യാനൊന്നേ എൻ്റെ മൂത്താത്ത എന്തൊക്കെ ഇജ്ജ് പറഞ്ഞത്? ഇന്ന് ഇജ്ജ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇജ്ജ് വിളിച്ച് ചോദിച്ചോക്കോളോട്. ഓളവിടെ ഉണ്ട് കൊലായ്മല്, ഇതൊക്കെ കേൾക്കുണ്ടാവും ഓള്. ഇജ്ജൊന്ന് വിളിച്ചോക്ക്, ചോദിച്ചോക്കോളോട്. എന്തായാലേ 1-2 പൈസ അല്ല, ഓളെ മാപ്പിള ഇതിന് പൈസ കൊടുക്കൂലെന്ന് വെക്കാം. ഓളോളെ കൂട്ടുകാരത്തിനോട് എന്താ പറഞ്ഞത്? ഇമ്മാന്റെ അടുത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞാണ്ട് വിട്ട് തരാം പൈസാന്ന്. അതൊക്കെ ഷെറി നിന്ന് കേൾക്കുണ്ടായിന്ന്. അത് ഓള് കണ്ടിട്ടില്ല, അതുണ്ടായത്. കുഞ്ഞോളെ കുഞ്ഞോളെ, ആ എടിയോ എന്റെ തൊളയില് വേറെ വരണേ. ഇവിടെ ഓടി. ഞാനൊക്കെ ജന്മത്തിൽ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനത്തെ ഒരു ഗുളിക. കാലം മാറിയൊരു പോക്കേ. എന്താ ഇപ്പൊ പറയാ? എന്താടി ഈ കേൾക്കണത്? എന്താ ഈ കേൾക്കണതെന്ന് പറയടി. അതുമ്മ പറ്റിപ്പോയി, ഞാൻ അറിയാതെ ചെയ്തതമ്മ. തെറ്റ് പറ്റിപ്പോവേ? എന്ത് തെറ്റ്? ഇത് ചെറിയ തെറ്റാണോ ഡിജി ചെയ്യാൻ പോണത്? ഒരു കുഞ്ഞിനെ നശിപ്പിക്കാന്ന് പറഞ്ഞ ചെറിയ തെറ്റാ? എടി ഇജേ ഇന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടി. അനക്ക് വേണ്ടിട്ടേ ഇന്റെ 2 മക്കളെ ഒഴിവാക്കിയിട്ടേ ഞാൻ കുറച്ചും കൂടിയൊക്കെ വലുതായിട്ട് അപ്പം മയത്തീന്ന് കരുതി എന്റെ ഒരു പട്ടപുതിക്ക് തോന്നിപ്പോയതമ്മ. എന്നോട് പൊറുക്കിങ്ങള്. കുഞ്ഞിക്കാക്ക മോനെ ഉമ്മ
എന്നെയും ഷാഫിഖാനെക്കാട്ടും കൂടുതൽ സ്നേഹിച്ച കുഞ്ഞോളല്ലേ? പണ്ടേ 2 ആമക്കളെ അല്ലെങ്കിൽ പുറത്താണല്ല. കൂടുതൽ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ശരി, ഞാൻ പോകട്ടാ. സമാധാനായില്ലടി എനിക്ക്. സമാധാനായില്ലേന്ന് അന്നെന്തോ അടിക്കാനും തോന്നണിയല്ലോ പഠിച്ചോന്. എടി ഇന്റെ ഷെരീഫാനെ വരെ ഞാൻ എൻ്റെ വാക്ക് കേട്ടിട്ട് എന്തൊക്കെ പറഞ്ഞടി. അപ്പൊ ഓള് ചെയ്തതിനെക്കാട്ടി വലിയ തെറ്റല്ലടി ഈ ചെയ്യണത്. ഇറങ്ങിക്കോണപ്പോ പെടുന്ന് ഇനി ഒരു നിമിഷിച്ചിട്ട് പെരെ നിന്ന് പോവരുത്. ഇമ്മാന്നിച്ച് വിളിച്ചിട്ടുണ്ടെന്ന് നോയിക്കൊണ്ട് ഈ ഇമ്മൂനെ ഇന്റെ വയറ്റിൽ ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചോണ്ട്. അങ്ങനെ പറയല്ലേ, തെറ്റു പറ്റി പോയതമ്മ. എന്നോട് ക്ഷമിക്കും, എന്നോട് ഇവിടുന്ന് പോവാൻ പറയല്ലേ, ഇങ്ങോട്ട് കേറല്ലെന്ന് പറയല്ലേ. മാളുമേമ ഒന്ന് പറയുന്ന ഉമ്മാനോട് തെറ്റ് പറ്റിയതാ മാളുമേമ, ഇഞ്ഞുണ്ടാവൂല. അറിയാതെ ചെയ്തതാ മേമ, അറിഞ്ഞോണ്ട് ചെയ്തതല്ല. ഇപ്പൊ കുഞ്ഞു കാക്ക വരെ എന്നെ വേർത്തല്ല. ഒന്ന് പറയുമ്പോ ചെറിയ ഒന്ന് പറയണേ. ഞാൻ എന്ത് പറയാനാ കുഞ്ഞോളമ്മാനോട്? ഞാൻ എന്താ പറയണ്ട് അത് ഇജ്ജ് പറഞ്ഞു കാട്ട്. മേമാന്റെ കുട്ടി ചെയ്തതേ ഇത് ചെറിയ തെറ്റാന്ന് വിചാരിച്ചീന്നാ? അല്ല മോളെ, മേമാന്റെ കുട്ടി ചെറിയ തെറ്റൊന്നല്ല ചെയ്തത്. എൻ്റെ ആങ്ങളാർക്കും പൊറുക്കാൻ പറ്റൂല. കുഞ്ഞോങ്കാക്ക് അത്രയും ദേഷ്യപ്പെട്ട് പൊയ്ക്കണെന്നുണ്ടെങ്കിലേ മേമാന്റെ കുട്ടി ചെയ്ത തെറ്റിന്റെ വലിപ്പം അത്രക്കുണ്ട്. 30 വയസ്സായില്ലേ എൻ്റെ കുട്ടിക്ക്? ആയില്ലേ? എൻ്റെ ഈ ഇമ്മ ഉണ്ടല്ല, അന്നെ അത്രയും സ്നേഹിച്ച്. കുഞ്ഞോങ്കാക്ക പറഞ്ഞ മാതിരിക്കേ ഷാഫി കാക്കാനെക്കാട്ടിയും കുഞ്ഞോങ്കാക്കാനെക്കാട്ടിയേ സ്നേഹിച്ചത് അന്നെയാണ്. അന്നെ അത്രയും വിശ്വസിച്ച് പോയി. സ്വന്തം ആമക്കളെക്കാട്ടിയേ അന്നെ വിശ്വസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ എൻ്റെ അടുത്ത് ഒരു തെറ്റ് പറ്റൂലെന്ന് വിചാരിച്ചിട്ടേന്ന്. ഓളെന്താ കരുതിയത്? ഇത് ഛർദിക്കണത് കണ്ടപ്പോൾ ഗ്യാസ് ആണെന്നേ കരുതിയത്. പക്ഷെ എൻ്റെ കുട്ടി എല്ലാരും ചതിക്കേനീലേ. ഇതിപ്പോ ഷെറി കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിലേ എല്ലാരും കണ്ണിൽ പൊടി ഇട്ടീനീലേ. ഇന്റെ കുട്ടി കുറച്ച് ദിവസം മുന്നേ ഷെരീഫാത്ത ചെയ്ത ഒരു ചെറിയ തെറ്റിനെ കിടന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്. ആ പാവ ഷെരീഫാത്ത എന്റെ കുട്ടിനോട് എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഇക്കന്നോട് ദേഷ്യപ്പെടാനും പറ്റണില്ല. ഇന്നാലാന്നുണ്ടെങ്കിലോ നല്ലപോലെ വർത്താനം പറയാനും പറ്റണില്ല മോളെ. അതറിയ എനിക്ക്. മാളുമാമി എൻ്റെ കുഞ്ഞോളെ ഇത്ര വലിയ തെറ്റ് ചെയ്യുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മാളുമേമാരുടെ കുട്ടിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ, എത്രയോ ആൾക്കാരെ നമ്മളെ നാട്ടിലെ കുട്ടികളില്ലാതെ ഇടങ്ങറാവുണ്ട് മോളെ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരുപാട് കൊതിക്കുണ്ട്. എന്തിനാ പറഞ്ഞത്? എൻ്റെ ഈ ചെറിയ ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് സൂചി വെക്കണില്ലേ, അതെന്തിനാണ്? ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഷാഫി കാക്കാൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ 1 കൊല്ലം കഴിഞ്ഞ പാട് ഇവളെ കല്യാണം കഴിഞ്ഞതാണ്. നോക്കി വെക്കുകയെന്നുണ്ടെങ്കിലേ ഇവൾക്കൊരു കുഞ്ഞിക്കാല് കാണേണ്ട സമയമായില്ലേ. അപ്പോൾ ഓരോരുത്തരും മോളെ ഒരു കുട്ടിനെ കാണാൻ കൊതിക്കുന്നുണ്ട്. എത്ര ആൾക്കാരാണ് നമ്മളെ നാട്ടിൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കണത്. അപ്പൊ എനിക്ക് അള്ള തന്ന അനുഗ്രഹം ഈ ഒറ്റയടിക്ക് ഇല്ലാതാക്കുക. എന്തിനി? എൻ്റെ ഗ്ലാമർ പോകുമെന്ന് വിചാരിച്ചിട്ടോ? എനിക്കറിയാഞ്ഞിട്ടല്ല ചെറിയ മരുന്ന് കുടിക്കണതെന്ന്. ഏക്കമ്മാനി ആങ്ങളാന് സ്നേഹം കുറെന്ന് വിചാരിച്ചപ്പോ അങ്ങനത്തെ ഒരു പൊട്ടബുദ്ധിക്ക് ഓരോന്ന് തോന്നി. പിന്നെ എല്ലാതും കൂടി കിട്ടിയപ്പോ ശരിവാദി ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ ഞാൻ വിചാരിച്ചു എന്റെ കള്ളത്തരങ്ങളൊന്നും പൊടിക്കൂല, അതുകൊണ്ട് ചെയ്തു പോയതാ. മേമ ഇമ്മ നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കി. ഞാൻ അറിഞ്ഞോണ്ട് ഇഞ്ഞിൻ്റെ അടുത്ത് സംഭവിക്കൂലമ്മ, ഒന്ന് മനസ്സിലാക്കിമ്മ. എങ്ങനെ കുട്ടി എൻ്റെ കുട്ടിനോട് ഞാൻ പൊറുക്കല്? എങ്ങനെ പൊറുക്കല്? ഒരിക്കലും പറ്റൂല.
ഒരു മേമാർക്കും പറ്റൂല ഒരു ഉമ്മാക്കും പറ്റൂല പൊറുക്കാന്. അതെന്താന്നറിയോ? എൻ്റെ അമ്മ 3 എണ്ണത്തിനെ പെറ്റി, ഈ മേമയും പെറ്റി 3 എണ്ണത്തിന്. എൻ്റെ ഉമ്മാക്കറിയാം, ഞാനും കുറെ ആയുർവേദ മരുന്നും പല മരുന്നും ഈ മേമ കുടിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട്. അതറിയാനക്ക് ഇതൊക്കെ കുടിച്ചിട്ടേ എൻ്റെ പള്ളയിൽ കിടക്കണ കുട്ടിനെ ഇല്ലാതാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ മോളെ? ഇനിയെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണം. ഈ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും സ്വന്തം തെറ്റ് മനസ്സിലാക്കാൻ ഇതാക്കണം. ഇജ് എൻ്റെ തെറ്റേ മറക്കാൻ വേണ്ടിയിട്ടേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും ഉപദ്രവിച്ചിട്ടും ഇജ് സന്തോഷിക്കേന്ന്. ഇപ്പൊ ഞാൻ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിലേ ലാസ്റ്റ് എൻ്റെ അമ്മ ആങ്ങളാരേ ഇന്റെ തല വന്ന് കൊത്തിപ്പറിക്കും. ഇജ് എന്തെങ്കിലും തെറ്റ് പിന്നീട് ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാളുവാ ഇജ് അന്ന് പറഞ്ഞ ഏതുമാണ് ഞങ്ങൾ ആ തെറ്റിന് പുറത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കാണ്ട്. ഇമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഞാനായാലും ഷെരീഫാത്തായാലേ ഒരു ഇമ്മാരുടെ സ്നേഹം കൊതിച്ച് പോയിട്ടുണ്ട്. കാരണം ഇമ്മ കുഞ്ഞോളോട് ഒരു പ്രത്യേക പരിഗണന കാട്ടുമ്പോൾ ഞാൻ ഷെരീഫാത്തി നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇമ്മ എന്താ നമ്മളെങ്ങനെ സ്നേഹിക്കാത്തതെന്നുള്ളത്. അന്ന് ഷെരീഫാത്ത ചെയ്ത തെറ്റിന് ഇമ്മ ഷെരീഫാത്തനെ ഇവിടുന്ന് ആട്ടി ഇറക്കുമ്പോഴും ഷെരീഫാത്ത പറഞ്ഞൊരു വാക്കുണ്ട്, ഇമ്മ ഒരു നേരെങ്കിലും ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എനിക്കതന്നെ പറയാനുള്ളൂ. സ്നേഹിക്കണം എന്നൊന്നും പറയില്ല, പക്ഷെ കുഞ്ഞോൾക്ക് കൊടുക്കുന്ന ചെറിയൊരു പരിഗണന ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കയറി മരുമക്കൾ തന്നെയാണ് എന്നുള്ളത്. പക്ഷെ ഞങ്ങളും മനുഷ്യന്മാർ തന്നെയാണ് ഉമ്മ. ഇമ്മകളെ വർത്താനം കേട്ടിട്ട് ഇന്നും അങ്ങനെ വല്ലാതെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഷെരീഫാത്തനെ കാട്ടുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമായിരുന്നു. ഞാൻ ഷെരീഫാത്താനെ എൻ്റെ കൂടപ്പറപ്പ് പോലെ തന്നെ കണ്ടിട്ടുള്ളൂ. ഇമ്മാക്ക് മക്കളെ ഇതൊക്കെ അറിയാൻ വൈകിപ്പോയി. ഇജ എൻ്റെ ആ 2 ആൺകുട്ടികളെ മക്കളായിട്ട് കണ്ടില്ല. അവരെ കണ്ടത് ഇജ എങ്ങനെയാണെന്നറിയോ? അനക്ക് മാസാമാസം കയ്യിൽ പൈസ കൊടുന്നു തരുന്ന ഒരു യന്ത്രമായിട്ട് കണ്ട്. എന്നിട്ട് ആ പൈസ എൻ്റെ മകൾക്ക് കൊടുക്കാൻ ഇജ് പഠിച്ച്. ഇജ് മകളായിട്ട് കണ്ടതേ, കുട്ടിയായിട്ട് കണ്ടത് എൻ്റെ കുഞ്ഞോളെയാണ്. അതിനുള്ള ശിക്ഷ കിട്ടിയില്ലേ? എന്നാ ഇജനെ അങ്ങോട്ട് കൊടുത്താള അവൾക്ക് ഈ ഉളിക അവിടെ കുടിച്ചട്ടെ, ഒരു നല്ലൊരു ജീവനെ അങ്ങോട്ട് ഇല്ലാതാക്കട്ടെ. ഇതിൽ കൂടുതലൊന്നും എന്നോട് വർത്താനം പറയാനില്ല. പറഞ്ഞത് ശരിയാ മാളോ, എൻ്റെ മക്കളെ ഞാൻ ഒരേപോലെ കണ്ടിട്ടില്ല. ഇതാ ഈ ഒരുമ്പട്ടോളെ നെറുവിലേറ്റി വെച്ച് ഞാൻ. പക്ഷെ ഇത്ര ഒരു വലിയ ദ്രോഹിയാണ് ഇപ്പോൾ എന്നുള്ളത് അറിയില്ല എനിക്ക്. ഇമ്മക്ക് പറ്റിയാന്നുണ്ടെങ്കിൽ ഷെരീഫാത്താനെ കൊണ്ട്, അതൊരു പാവാണ് ഉമ്മ. ഷാഫി കാക്കാക്ക് ഇമ്മഞ്ഞ് എത്ര പെണ്ണ് തിരഞ്ഞാലും ഷെരീഫാത്താനെ പോലത്തെ ഒരു പെണ്ണിനെ കിട്ടാൻ ഭയങ്കര പാടാമ്മ. ഇക്കുമ്മാനോട് ഇത്ര പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. ഇജു വായോ, നമുക്ക് രണ്ടാക്കും കൂടി ഷെരീഫാനെ വിളിച്ചിട്ട് വരാം. നെഞ്ഞു കിടന്ന് പെടയ്യ. ഇഞ്ഞിച്ച് ആ ഷെരീഫാനെ അങ്ങോട്ട് കൊടുന്നിട്ടേ അതിന് കണ്ണീര് കുടിപ്പിക്കാനാണോ ഇജ്ജ് പിന്നെ വിളിക്കണത്? വായ ഷെരീഫാനെ കൂട്ടാൻ പോവാന്ന് പറഞ്ഞിട്ട്. ഇന്ന് എത്രയും ദിവസേ അറിയാത്തൊരു കാര്യം ഞാനോട് പറഞ്ഞിരട്ടെ. ഷെരീഫാനെ ഇവിടുന്നേ ഓനെ കൽപ്പിച്ചുകൂട്ടി ഇറക്കി വിട്ടതാണ്. ഈ മാള് കൊണ്ടടന്നതാണ് എൻ്റെ ഷാഫിനെ. ഇല്ലേ, ചെറുപ്പം മുതലേ എടുത്ത് വളർത്തിയതേ ഞാനാണ്. ഓ എൻ്റെ അടുത്ത് നിന്നിട്ടാ വളർന്നിക്കണത്. വളർത്തിയത് ഞാനാണ്, ഇജല്ല. ഓൻ അങ്ങനെ ഇങ്ങനെയൊന്നേ ഷെരീഫാനെ ഒഴിവാക്കൂല. ഞാൻ പറഞ്ഞിട്ടാണ് ഷെരീഫാനെ ഓന് ഇവിടുന്ന് പറഞ്ഞയച്ചത്. ആ പെൺകുട്ടി കുറച്ച് സ്വസ്ഥതയിലും കിട്ടിക്കോട്ടെ വെച്ചിട്ട്. ഞങ്ങളെല്ലാരും കൂടി ഒത്തിട്ട് തന്നെയാണ്. പക്ഷെ ഇച്ചി ഷാഫിക്ക് വേറെ പെണ്ണ് തരാൻ വരെ തുടത്തി. സ്വന്തം മക്കളെ മനസ്സിലാക്കി പഠിച്ചില്ലല്ലോ അമ്മോ, പഠിച്ചില്ലല്ലോ.
അവസാന കാലത്ത് വള്ളം തൊട്ടുതരാനേ ഈ 2 മരുക്കൾ തന്നെ എനിക്ക് ഉണ്ടാവുള്ളൂ. ഇതാ ഈ മകള് വരൂലൊട്ട് എനിക്ക്. ഇത് ആലോചിച്ചോ, മകളെ അന്റെ കയ്യിൽ പൈസ കണ്ടിട്ടാണ് ഇപ്പൊ എന്റെ കൂടെ ചിണിഞ്ഞ് നിക്കണത്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. ഈ 2 ആമക്കളെ പെണ്ണുങ്ങളെ ഉണ്ടാവുള്ളൂ എനിക്ക്, എന്റെ മക്കളായിട്ട്. മനസ്സിലാക്കിക്കോ ജി. ഇനിയിപ്പോ നിങ്ങൾ എന്ത് കുറ്റം പറഞ്ഞാലും ഏറ്റെടുക്കാന് എന്റെ മൂത്താത്ത തയ്യാറാണ്. കാരണം അത്രയും ചെയ്ത് കൂട്ടിയിരിക്കണ ഞാന്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇജ്ജ് വായോ, പോയോക്കെ നമുക്ക് എന്റെ കുട്ടിന്റെ എന്റെ പൂങ്കണ്ണീരുണ്ടല്ല, ഇറങ്ങി പോയിക്കോണില്ല പെരയെന്ന്. നീ പടി ചവിട്ടരുത്, പറഞ്ഞില്ലാന്ന് വേണ്ട. ഇക്കേ ഇങ്ങനത്തെ ഒരു മകളില്ല, ഞാൻ മരിച്ചതിൽ കൂട്ടിയിരിക്കണ എന്നെ. പറഞ്ഞില്ല, പള്ളയിലൊരു കുരുന്നുണ്ടായി പോയി. ഇമ്മ ഇമ്മ പോവല്ലേ ഇമ്മ, ഇമ്മ ഞാൻ ഒന്ന് പറഞ്ഞ കളിക്കുക. ചെറിയ ഒന്ന് പറഞ്ഞു കൊടുക്കടി ഉമ്മാനോട്. ഞാൻ എടി തെറ്റ് പറ്റിയതാണ്, ഒന്ന് പറഞ്ഞു കൊടുക്കടി ഉമ്മാനോട്. ഇനി ആവർത്തിക്കോടി. ഇനി അയക്കാനോട് പീരിയഡ് സൈക്കിളെന്നൊക്കെ പറഞ്ഞിരിക്കണം ആള് വേമ. എല്ലാരും കൂടി ഇന്നെ ഒറ്റപ്പെടുത്തന്നെ. നിങ്ങളല്ലാതെ വേറെ ആരില്ലല്ല ഉമ്മാനോട്. ഇക്കാനോട് പീരിയഡ് സൈക്കിൾ എന്ന് പറയാൻ എന്തിന്, എന്ത് കാര്യത്തിന്? എൻ്റെ ഇക്കാനോട് എനിക്ക് പീരിയഡ് സൈക്കിൾ എന്ന് പറഞ്ഞത് ജി? എടി എൻ്റെ പൊന്നു പോലെയല്ലേടി എൻ്റെ മാപ്പിള നോക്കണത്. എന്തെങ്കിലും കുറവ് വരുത്തിക്കണോ? അല്ലെങ്കിൽ വേണ്ട, സമ്പാദ്യത്തിൽ എന്തെങ്കിലും കുറവ് വേണം. അവൻ നാടൻ പണിക്കാരനാണെങ്കിലേ അത്യാവശ്യം വരുമാനം എനിക്കില്ലേ? ഈ പറഞ്ഞതിനൊക്കെ കൂട്ട് നിന്നായിരുന്നു. ഇതുപോലത്തെ ഒരു ആണിനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കിട്ടാനേ കുറച്ച് പാടാ മോളെ. ഇല്ല കുഞ്ഞോളെ, ഞാൻ ഉമ്മാനോട് പറയില്ല. എനിക്ക് വേണ്ടി സപ്പോർട്ട് നിൽക്കില്ല. ഒരു കുഞ്ഞിനും വേണ്ടിയിട്ടേ ഞാനും കുഞ്ഞോങ്കാക്കി കുറേ കാലമായി കാത്തിരിക്കണം. ആ ഞങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ പണി ചെയ്യുമ്പോളേ വേദന ഉണ്ടടി. നിങ്ങളൊന്ന് പറയുമേമ, ഇമ്മാനോട് കുഞ്ഞു കാക്കാനോടൊന്ന് പറ, ഷാഫി കാക്കാനോട്. ഞാൻ ഇക്കാനോട് പീരിയഡ് സഹിക്കണേ എന്നൊക്കെ പറഞ്ഞിരിക്കണത്. എനിക്ക് വെള്ളം എന്തെങ്കിലും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉമ്മാന്റെ സ്നേഹം പോകും. അതുകൊണ്ടാണ് മാളുമേമ ഉമ്മ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണല്ലേ ഷെരീഫാത്താനെ കൊണ്ടുവരാൻ സമ്മതിച്ചല്ല. അപ്പൊ പഠിച്ച എല്ലാത്തിനൊരു സമയം കണ്ടിട്ടുണ്ട് ശരി. ഇപ്പൊ മനസ്സിലായില്ലേ? അതല്ല മേമ, നീ ഷെരീഫാത്താനെ കൊടുന്നാല് ഇനി ഉമ്മ പഴയ പോലെ ആവോ? ഇന്റെ അടുത്തൊക്കെ തന്നെയാണ്, ഇഞ്ഞോള് മാറൂല. ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളെ അമ്മായിമേ നിങ്ങളെ ഇനി പൊന്നു പോലെ കൊണ്ടുനടന്നോളൂ. അതിനുള്ളതേ ഓള് ഇന്ന് പഠിച്ചിക്കണ്. എത്ര ആയിട്ടുണ്ടെങ്കിലേ ഇതേപോലത്തെ ക്രൂരതൊക്കെ ഒന്നേ ഇന്റെ അടുത്തേക്ക് കൂട്ടി നിൽക്കാൻ പറ്റൂലടി. എൻ്റെ ഈ നാത്തൂൻ്റെ പിത്തനി ഇതും കേട്ടിട്ടാണ് എൻ്റെ അടുത്ത് ഈ കോലായത്. കുഞ്ഞോൻ്റെ അടുത്ത് നിന്ന് ഇത്രയും കാലം കേൾക്കാത്തതേ ഓള് കേട്ടില്ലേ. അപ്പോൾ ഓൾ ഇഞ്ഞൊന്ന് ഒതുങ്ങും. ഞാൻ ഏതായാലും ഷെരീഫാനെ വിളിക്കട്ടെ പോയിട്ട്. തമ്പുരാട്ടി അവിടെ ഇരുന്ന് മോങ്ങന്നെയാണല്ലോ. ഇജ്ജ് മോങ്ങടി. സ്വന്തം ആങ്ങളാരും ഇമ്മയും എല്ലാവരും ഇപ്പോൾ നിർത്തിയില്ലേ. ഷെരീഫാത്താനെ കരയിപ്പിച്ചതിനെക്കാട്ടിന്നേ വലുതല്ലത്.
ഇമ്മ ഞാൻ പോവുകയാണ്. പോവേ എന്താച്ച കാട്ടിക്കോ. കന്റെ മുഖം കാണണ്ട കുഞ്ഞോളെ. പൊയ്ക്കോ, പോവാ അവിടുന്ന്. അന്നെ താങ്ങി നടന്നേനെ നല്ലോണം വയറ് നിറച്ച് തന്നെ എനിക്ക്. പോ ഇമ്മ, നിങ്ങളിങ്ങനെ പറയില്ല ഇമ്മ. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? തെറ്റുപറ്റി ഞാൻ പറഞ്ഞിരുന്നു, ഇനി ആവർത്തിക്കൂലോ. ഞാൻ ഈ കുഞ്ഞിന്റെ വില എന്താന്ന് മനസ്സിലാക്കാതെ അപ്പൊ ആവശ്യത്തിന് ചെയ്തു പോയതാ. ഇമ്മ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാനമ്മ? ഞാൻ ആ ശരീഫാനോടൊക്കെ ചെയ്തേ എനിക്ക് കിട്ടിയല്ല. പോയി കുഞ്ഞോളി ഇറക്കി വിട്ടിട്ട് എന്തിനാ അമ്മോച്ചിരുന്ന് ഇങ്ങനെ കരയണത്? കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കില് നമ്മളെ കുഞ്ഞോളെ നമുക്ക് പിടിച്ചാ കിട്ടൂല. വലിയ തെറ്റ് ചെയ്യാ ഓൾ ഇഞ്ഞും പഠിക്കും. പൊയ്ക്കോട്ടെ, നമ്മളതിനോളം ഒഴിവാക്കിയിട്ടൊന്നും ഇല്ലല്ലോ. കുറെ കഴിഞ്ഞ് ഓളനെ ഇങ്ങോട്ട് തിരിച്ചു വരും. ഓളെ മാപ്പിളിനോട് വിളിച്ചു പറഞ്ഞില്ലേ, അത് മതി. ഇങ്ങനെ കരയണ്ട. ഞാൻ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിട്ട് കരഞ്ഞു പോയതാ. ആ പെണ്ണിന് ഞാൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണോ? ഈ കഥ ആലോചിച്ചിട്ടാണ് ബേജാറ്. എൻ്റെ കുട്ടി ഇങ്ങനെ ആവാൻ കാരണേ ഈ ജന്നെയാണ്. പെൺകുട്ടികളാന്ന് വെച്ചിട്ടേ തലയിൽ കയറ്റി നടക്കരുതായിന്ന്. എന്തായാലും ഇജ് വായജല് പണ്ട് ഷെരീഫാനെ കൊണ്ടുവരാൻ പോവാന്നുള്ളത്. വാ, നമുക്ക് പോവാ. ഇപ്പൊ ഏതായാലും നെല്ല് ഏതാ പതിര ഏതാന്നുള്ളതേ മനസ്സിലായില്ലേ? ഇനി അതിനനുസരിച്ചിട്ടേ നടക്കാൻ നോക്ക്. ഒരു ജീരക പൊതിക്ക് പോയതാണ്. ആ ചെങ്ങായിക്ക് സാധനം കണ്ട് എടുത്തു തരാൻ വെച്ച ഭയങ്കര ഇതാണ്. ആരാ വരുന്നത്? സൈന. അല്ല സൈന, എവിടുന്നാ പിന്നാള് വരണത്? ഞാനേ പീടിയെ പോരേ നിന്നു. ഇന്ന് പിള്ളേരൊക്കെ വരണുണ്ട്. ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ജീരകല്യ, വലിയ ജീരകല്യ, അതിന് പോയതാണ്. കടയിലാണെങ്കിലോ തിരക്കുണ്ട്. എന്നാ ചെങ്ങായി പെണ്ണുങ്ങൾ ആദ്യം ഒഴിവാക്കുക, അതും ഇല്ല. എന്നെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ട്. എല്ലാ നിങ്ങളെ 2 മരുക്കളോടെ ഗർഭിണികള്? ആ, എന്റെ 2 മക്കളും ഇവിടെ ഉണ്ട്. ഇമ്മ ആരോടാ വർത്താനം പറഞ്ഞു? സൈനാത്തയാണല്ല. ഓരോ പെരേക്കൊന്നും പറഞ്ഞയക്കണില്ലേ? ഈ 9ാം മാസമായിട്ടും ഇവിടെ തന്നെ പെറ്റെടുത്താൻ തീരുമാനിച്ചങ്ങള്. ഓരപ്പ ഞാൻ തൽക്കാലത്തിന് പെരേക്ക് പറഞ്ഞയക്കണില്ല. മാപ്പിളാരോടെ പെറ്റെടുന്നിക്കണിച്ചിട്ടേ യാതൊന്നും വരൂലല്ല. എന്നാ പിന്നെ ആൾക്കാർക്ക് ഓരോന്ന് പറയാനായിട്ടാ. ആൾക്കാരങ്ങനെ പലതും പറഞ്ഞോട്ടെ, അതൊന്നും ഇപ്പൊ ഞാൻ ചെവി കൊള്ളണില്ല. എന്റെ മക്കളെ ഇത്രയും കാലം ഞാൻ നല്ലോണം സ്നേഹിച്ചിട്ടില്ല. ഞാൻ പോരെ ഇവിടുന്ന് പറഞ്ഞയക്കാനും തീരുമാനിച്ചിട്ടില്ല. ഞാൻ നാട് ചെല്ലട്ടെ. ഞാൻ അടുപ്പത്തെ ഇറച്ചി വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. ഞാൻ പോയി. ഓ, ഒരു സ്നേഹനിധി വന്നിക്കണ ഇപ്പ. എന്താന്നല്ലേ ഇതൊരു മരക്കളിട്ട് ഇങ്ങോട്ട് കുത്തിയായി. മരക്കളെ സ്നേഹിക്കണ ഒരു പുണ്യാളത്തി. കാട്ടി കൂട്ടിയതും മകന്റെ പൈസ എന്റെ അടുത്ത് കൊടുന്നൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇതാണെന്നല്ല ഒക്കെ നന്നു. ഇല്ലമ്മ, കൊഴപ്പൊന്നുമില്ല. എനിക്കും ഷെരീഫാത്താക്കും ഒരു കുഴപ്പമില്ല. അത് ഇവിടുത്തെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. 2ആളും ഒപ്പം അഡ്മിറ്റ് ആവുമെന്ന് ചോദിക്കുന്നുണ്ട്. ഷെരീഫാത്ത അത് പുറത്തടിച്ചു വരുന്നുണ്ട്. അതിന് ഉമ്മ പറഞ്ഞയക്കണ്ട ഉമ്മ. ഇതിപ്പോ ഉമ്മ സ്നേഹിക്കാൻ തുടത്തി നോക്കുമ്പോളേ 2 മരുക്കളെയും ഒഴിവാക്കാൻ വയ്യാ തോന്നുന്നു. അമ്മാതിരി സ്നേഹമാണ് ഉമ്മ ഇപ്പൊ സ്നേഹിക്കണത്.
ഏ പിന്നെ കുഞ്ഞോൾക്ക് വിളിയൊന്നും ഉണ്ടായിട്ടില്ല. ഓള് കൊറേ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ ഉമ്മ ഫോൺ എടുക്കലില്ല. അവൾക്ക് തന്നെ 9ാം മാസം ആയിക്കണ്. ആ ആ എന്തൊക്കെ അവിടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ മാപ്പൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടുന്ന് കുഞ്ഞോങ്കാക്കിയും ഷാഫികാക്കൊക്കെ വിളിച്ചുകൊണ്ട് ഓളെ മാപ്പിളിനോട് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് പിന്നെ സോൾവ് ആയത്. ആയിക്കോട്ടെ. എന്നാ ശരി. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ. ഇമ്മ ചായ അടിക്കാൻ വന്നില്ലല്ലോ. ഇമ്മ ഇമ്മ ശരിയേ അമ്മത വരണേ. ഇമ്മ ചായ കുടിക്കുമ്മ. അമ്മേ കുറച്ച് കണ്ട് കുടിച്ചോളാം. അമ്മ ഇപ്പൊ കുടിച്ചിട്ടുള്ളല്ലോ ഷുഗറിന്റെ ഗുളിക. ഷെരീഫാത്ത കുടിച്ച ചായ? ഞാന് ഷെരീഫാത്തയും കുടിച്ചിക്കണേ. ആ ഷെരീഫാത്ത അടിക്കല് കഴിഞ്ഞൊന്നു? ആടി കഴിഞ്ഞ് ചെറിയാത ഈ ഭാഗം കൂടി ഉള്ളടി. ഷെരീഫാത്ത ഷാഫിയാക്ക വിളിക്കണെന്നോ? അതാ വരണേ. എന്തിനാണാവോ ഷാഫിയാക്ക വിളിക്കണത്? ഞാൻ ഇപ്പൊ നേരെ എല്ലക്കാന്റെ അടുത്തുനിന്ന് പോന്നത്. നിങ്ങളെന്നെ പോയോക്കി. ഇതിപ്പേ പെണ്ണുങ്ങൾ ഒരു നേരം കാണാതിരിക്കാൻ വയ്യാ തോന്നുന്നു ഷാഫിയാക്കക്ക്. ഞമ്മക്കുണ്ട് ഒരു മാപ്പിള. രാവിലെ കണ്ട് ഇറങ്ങി പോകും ഫുട്ബോൾ കളിക്കാനീന്ന് അറിഞ്ഞാണ്ട്. പണി ഉണ്ടെങ്കിലും പുറത്താണ്, ഇല്ലെങ്കിലും പുറത്താണ്. ഒന്ന് പോ പെണ്ണ അവിടുന്ന്. 24 മണിക്കൂറും കുഞ്ഞോൻ എൻ്റെ അടുത്താണ്. എന്നിട്ട് ആ ചെക്കനാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. പോയോക്കി. എന്തൊക്കെ വിളിച്ചത്? ഞാനേ പുറത്തേക്ക് പോവാണ്. എനിക്കൊന്നും വേണ്ട. എല്ലാരും പറയണേക്കെ ഈ പള്ളയിലുള്ള പെണ്ണുങ്ങൾക്ക് പലതും തിന്നാനൊക്കെ പൂതി ഉണ്ടാവും. ഗർഭിണികളെ ആഗ്രഹം സാധിപ്പിക്കാനാന്നുണ്ടെങ്കിൽ ഇക്കൊരാഗ്രഹം ഉണ്ടായി നിക്ക. നമ്മളെ കുഞ്ഞോളെ വിളിച്ചു വണ്ടിയോ? ഇതിപ്പോ ഇവിടുന്ന് ആരും അങ്ങോട്ടും വിളിയില്ല, അവള് ഇങ്ങോട്ടും വിളിക്കലില്ല. ഇന്നെ പോലെ തന്നെ നിറവയറോടെ ഇരിക്കണല്ലോ ഓളും. അവൾക്കൊരു തെറ്റ് പറ്റി. വിളിച്ചോ? നിന്റെ ഈ ആഗ്രഹം കുറച്ച് കഴിഞ്ഞ് സാധിപ്പിച്ചു തരാം. കുഞ്ഞോളെ ഒന്നും കൂടി പഠിക്കാനുണ്ട്. ഒരു പാവവും ഇല്ല. അന്റെ ഈ അയ്യോ പാവം കൊണ്ടാണ് എല്ലാരും നിന്നെ ചവിട്ടി താത്തുന്നത്. നീ സങ്കടപ്പെടണ്ട, എല്ലാത്തിനും വഴിയുണ്ടാവും. ആയിക്കോട്ടെ. പോയിട്ട് വരാം. കഴിഞ്ഞു ചെറിയ കഴിഞ്ഞു ഷെരീഫാത്ത. ഷാഫികാക്കേ എന്താ വാണ്ടെന്ന് വെച്ചാണ്ട് വിളിച്ചേന്നടി. പുറത്തേക്ക് പോവാണ് അറിഞ്ഞ്. അപ്പൊ അത് പറയണ്ട നിങ്ങള്. കുറച്ച് മാങ്ങയും ആപ്പിളും മുന്തിരിയും ഓറഞ്ചൊക്കെ കൊണ്ട് കൊടുന്നേരാന്. നിങ്ങളെന്താ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞേരട്ടെ. ഇക്ക് പൂതിണ്ട് കുഞ്ഞോളം കണ്ട് കൊണ്ടുവരാനേന്ന്. അതല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. എടി പാവാടി. ഇക്കാന്നുണ്ടെങ്കിൽ ഓളെ കാണാഞ്ഞിട്ടൊരു പൊറുത്തിയേട്. ഞാൻ ഇന്നലെയും പറഞ്ഞു ഇക്കാനോട് ഒക്കെ പറഞ്ഞു, പക്ഷെ കേൾക്കണ്ടേ. ഇമ്മാനോടും പറഞ്ഞു, ഇമ്മയും കേൾക്കണില്ല. കുറച്ച് പഠിക്കട്ടെ എന്നാ പറഞ്ഞത്. ഇക്കെന്തോ ഓളെ കാണാഞ്ഞിട്ടൊരു പൊറുതിയേടടി. ഇക്ക പറഞ്ഞിട്ടുണ്ട് ശരിയാക്കാന്നുള്ളത്. അവള് കുറച്ച് പഠിക്കട്ടെ ഷെരീഫാത്ത. അവളിപ്പം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ ശരിയാവൂല. അവൾ ഇനിയും മനസ്സിലാക്കാണ്ട് ചെയ്ത തെറ്റേ എന്താന്നുള്ളത് അവള് പഠിക്കട്ടെ. എന്നാലേ ഈടായിട്ടേ ഷാഫികാവ് കുറച്ചേ ഞാൻ കൂടിയിക്കണില്ലേ. ഒന്ന് പോ പെണ്ണ അവിടുന്ന്. എന്റെ പൊന്നാറ് ചെറിയാന്റെ നാവിന് ഒരു ലൈസൻസ് ചെയ്യല്ല. കുഞ്ഞോൻ എങ്ങനെയാണോ എന്നെ സഹിക്കണത്? ഇമ്മണ്ട് പറഞ്ഞേ നമ്മൾ രണ്ടാളും ഒപ്പം അഡ്മിറ്റ് ആവുമെന്ന് ചോദിക്കണ്ട്. അത് മിക്കവാറും അങ്ങനെ തന്നെ ആവും. നമ്മൾ അങ്ങോട്ടും കൊണ്ടേ 2 ബെഡുമ്മ കിടന്ന് പ്രസവിക്കേണ്ടിയിരുന്നാ തോന്നുന്നത്. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ?
അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെൻ്റുമ്മാൻ്റെ മുഖമേ.